ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. ഇന്നലെ UK-ലെ ഒരു മലയാളി ഫാമിലിയിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. സംഭവം ഇത്രേ ഉള്ളൂ. മൂത്ത കുട്ടിയെ വിളിക്കാനായിട്ട് അപ്പൻ സ്കൂളിലേക്ക് പോയ സമയത്ത് ഇളയ കുട്ടി കതക് തുറന്ന് വീടിന് പുറത്തിറങ്ങുകയും അപ്പൻ്റെ പിന്നാലെ പോയതായിരിക്കാം. പക്ഷേ വേറെ ഒരു ഇംഗ്ലീഷുകാർക്ക് ഈ കുട്ടിയെ കിട്ടുകയും ആ കുട്ടിയെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടെത്തിച്ചു. കുട്ടി സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തി. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. എല്ലാ മാതാപിതാക്കളും പ്രത്യേകം നിരീക്ഷിക്കുക. കുട്ടികൾ ഇതുപോലെയൊക്കെ കഥയൊക്കെ തുറന്ന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ പലർക്കും എല്ലാവരെയും ഒന്നും നമുക്കറിയില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ വീട്ടിലെ കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടുകളിൽ തിരിച്ചു കൊണ്ട് ഏൽപ്പിക്കും, നമ്മുടെ നാട്ടിലാണെങ്കിൽ. പക്ഷേ ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ അറിയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇത് സേഫ് ഗാർഡിങ് ഇഷ്യൂ ഒക്കെ ആയിട്ട് വരികയും ഈ മാതാപിതാക്കൾക്ക് പ്രശ്നം ഉണ്ടാകുകയും ചെയ്യും. സോഷ്യൽ വർക്കേഴ്സൊക്കെ മാതാപിതാക്കളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണ്ടാകുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് സത്യസന്ധമായിട്ട് നമ്മൾ സോഷ്യൽ വർക്കേഴ്സിനോട് പറയാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പും നൽകേണ്ടതാണ്. അല്ലാതെ നുണ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ വർക്കേഴ്സ് അത് കണ്ടുപിടിക്കാൻ അവർക്ക് നല്ല കഴിവാണ്. അത് പിടിക്കും, നിങ്ങൾക്ക് വലിയ വിഷയമാകുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ. ഇപ്പോൾ ഒരുപാട് യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ ഇപ്പം കാണാതാകുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരു ദിവസവും കണക്കിന് ഓരോ ഏരിയകളിലും മലയാളി കുട്ടികളല്ല, മറ്റ് ഇംഗ്ലീഷ് കുട്ടികളും മറ്റ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ മിസ്സിങ് ആകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ്. എവിടെയാണ് ഈ കുട്ടികൾ മിസ്സാകുന്നതെന്ന് പോലും ആർക്കും അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ പോലീസിൻ്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകം നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികൾ എപ്പോഴും നമ്മുടെ തന്നെ നിരീക്ഷണത്തിലായിരിക്കാൻ പ്രത്യേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. കേട്ടുന്ന എല്ലാവർക്കും നന്ദി.